മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഇന്ന് അകത്തല്ലേ കുക്കിങ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു വെറൈറ്റിക്ക് വേണ്ടി പുറത്തായാലെന്ത് അങ്ങനെ അടുപ്പ് കൂട്ടാണ്. അപ്പോൾ അടുപ്പൊക്കെ കൂട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കലം ഒന്ന് വെച്ച് നോക്കാം, കാരണം കറക്റ്റ് ആണോ എന്നൊക്കെ അറിയണ്ടേ. കറക്റ്റാണ്. അടുപ്പത്ത് കുറച്ച് ചാമ്പലെടുത്തിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര പാടാണ് കത്താൻ. വിറകൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തിനാ കാപ്പി? കത്തിപ്പിടിക്കാനൊക്കെ നല്ല പാടല്ലേ. അതാണ് ആദ്യമേ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കത്തിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വെള്ളം നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിതിനെ വാങ്ങി വയ്ക്കാം. ഇന്ന് കാപ്പി എന്ന് പറയുന്നത് ദോശ ഉണ്ടാക്കാം. പിന്നെ നമ്മളെ കല്ല് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കല്ല് പൊക്കം കുറവായതുകൊണ്ട് ഒരു ചുട്ടുകട്ടയും കൂടെ വെച്ചിട്ടുണ്ട്. ദോശ ചുടാനായിരിക്കും എണ്ണ തേക്കും കല്ലിൽ. കലക്കി അങ്ങോട്ട് ദോശ ചുടും. ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്ന, അമ്മ അകത്ത് അതിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കിയാണേ. ചമ്മന്തിയാണ് കറി. അപ്പം അകത്ത് ഗ്യാസിൽ വയ്ക്കാം. എനിക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിന് ഞാൻ അരി ഇടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും എന്തെങ്കിലും മറക്കും. നമുക്ക് ചോറിൻ്റെ കൂടെ കറിയെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലെന്ന് പറഞ്ഞാൽ നമ്മളെ സവാളയും അമരക്കയും ചക്കക്കുരുവും കൂടി ഇട്ടൊരു തോരനാണേ. തോരത്തിനുള്ള എല്ലാം അരിഞ്ഞേ. ഇന്നത്തെ മീനെന്ന് പറയുന്നത് കണ്ണും കുഴികളാണേ. നമുക്കിതിൽ അരപ്പ് ചേർക്കാം. ഞാൻ അരപ്പ് അരച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമുക്കിതിലിട്ട് കൊടുക്കാം. ഇതിൽ മഞ്ഞപ്പൊടിയും പുളിയും ഉലുവാപ്പൊടിയും ഇട്ട് അരച്ച്. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്താൽ മതി. നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. ഇതിൽ ഭയങ്കര എരിവാണ്, അല്ലെങ്കിൽ 2 ഇട്ടേനെയായിരുന്നു. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വെള്ളം നീട്ടാം. ആദ്യം അരപ്പിൽ മിക്സ് ചെയ്തിട്ട് കണ്ണം കൊഴിയാനുള്ള നഷ്ടം ഗായ്സ്.
അങ്ങനെ അരപ്പ് കലക്കി കഴിഞ്ഞു. ഇത് നമുക്ക് കൊണ്ടുവന്ന് അടുപ്പത്ത് വെക്കാം. നമ്മുടെ ചോറ് ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങ് കൊണ്ടുപോയാൽ വാക്കാൻ പറ്റൂ. നമുക്ക് മീൻകറി എടുത്ത് അടുപ്പിൽ വയ്ക്കാം. അപ്പം നമുക്ക് മീൻകറി പറ്റിയാന്ന് നോക്കാം. തോരൻ വയ്ക്കാം. ചട്ടിയിലുള്ള വെള്ളം വറ്റിട്ട് ബാക്കിയിലുള്ള വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരിഞ്ഞു വെച്ചിരിക്കണം മിക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിൽ ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തോരൻ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇതിട്ട് കൊടുക്കാം, നമ്മുടെ അരപ്പ്. ആക്കി കൊടുക്കാം. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം മാറട്ടെ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ തോരൻ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞേ ഇത് നമുക്ക് ചോറ് കഴിക്കലാണ്. ചോറ് കഴിച്ചാലോ? മീൻകറിയും തോരനും ഇന്ന് രസവും കൂടെ ഉണ്ടായിരുന്നേ. രസം വയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അതിവിടെ അകത്ത് ഗ്യാസിലാണ് വെച്ചത്. അപ്പം നമുക്ക് ചോറ് കഴിച്ചാലോ? കുറച്ച് മീൻ്റെ കുറച്ച് തോരനും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.